പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നാളിതുവരെ ചെയ്തു വന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി എൻട്രി ആയി എന്നുള്ളത് അന്നാൾ തന്നെ നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും മുടക്കം വരാതെ തന്നെ നമുക്ക് അംഗൻവാടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് 30-ാം തീയതി, അതായത് നാളെ നമുക്ക് അംഗൻവാടിയെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തന്നെയാണ് നടത്താനുള്ളത്. പക്ഷേ നാളെ പൊതു അവധി ആയതുകൊണ്ട് അംഗൻവാടി തുറക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം, നമ്മുടെ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലാണ്. ഈ സമൂഹത്തിലെ അംഗൻവാടിയിലെ സേവനങ്ങൾ സ്വീകരിക്കുന്ന ഒരുപാട് ഗുണഭോക്താക്കളൊക്കെ ഉണ്ട്. ഈ ഗുണഭോക്താക്കൾക്കൊക്കെ തന്നെ നമ്മൾ നൽകുന്ന സേവനങ്ങൾ അത് പലതരത്തിൽ പല ആളുകൾക്കാണ്. ഗർഭിണികൾക്ക്, അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക്, 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, AG കുട്ടികൾക്ക് എന്ന് വേണ്ട ഇത്തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ഗുണഭോക്താക്കൾക്ക് പല സേവനങ്ങളായിട്ടാണ് നമ്മൾ വിതരണം ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വിതരണങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ നിന്ന് നമ്മളൊരു ഫീഡ്ബാക്കാണ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, ടീച്ചറിന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ സന്ദേശം അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള കുട്ടികളുടെ അമ്മമാരുടെ അടുത്തോ, അല്ലെങ്കിൽ നമ്മളുടെ ലാക്ടേറ്റീവ് മദറോ, പ്രഗ്നൻറ്റോ, AG കുട്ടികളോ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളൊരു ഫീഡ്ബാക്കായിട്ട് കളക്ട് ചെയ്യുക. അതായത് നാളിതുവരെ അവർക്ക് ലഭിച്ച സേവനങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് അംഗൻവാടികളുടെ ഗുണഭോക്താക്കളുടെ ഫീഡ്ബാക്ക് ശേഖരിക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി മാറണം. ഇതിലൂടെ സേവനങ്ങളുടെ നിലവാരവും അതേപോലെ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ലഭിക്കുന്ന ഒരു ഗുണത്തെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ കൂടിയായിരിക്കും ഇതുകൊണ്ട് നമുക്ക് സാധ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്ക് ശേഖരണം എന്ന് പറയുന്നത് അത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അതേപോലെ തന്നെ നമുക്ക് ഫീഡ്ബാക്ക് ശേഖരിക്കാവുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണവും അളവും അത് കൃത്യമായി എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് ഈ ഫോമിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ വളർച്ചാ പരിശോധന, അതേപോലെ വാക്സിനേഷൻ, ആരോഗ്യ പരിശോധനയുടെ ക്രമബദ്ധത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫീഡ്ബാക്കായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ലഭിക്കുന്ന പ്രീ സ്കൂൾ പഠനവും കളിക്കുറിപ്പുകളൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാം. അതേപോലെ അധ്യാപികയുടെ, അതായത് നമ്മുടെ അംഗൻവാടി വർക്കറുടെയും ഹെൽപ്പറുടെയും സമീപനം എന്താണ്, അതേപോലെ തന്നെ സൗഹൃദപരമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച്, ഇതൊക്കെ തന്നെ നമ്മുടെ കുട്ടികളുടെ അമ്മമാരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുന്ന ഫീഡ്ബാക്കുകളാണ്. അതേപോലെ തന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എത്രത്തോളം അവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശുചിത്വത്തെക്കുറിച്ചും കുടിവെള്ള സംവിധാനത്തെക്കുറിച്ചും പരിസര സൗകര്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ പരിസര വൃത്തിയെക്കുറിച്ചൊക്കെ തന്നെ അംഗൻവാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നാളെ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഗുണഭോക്താക്കളിൽ നിന്നും ഒരു ഫീഡ്ബാക്കായിട്ട് അവരിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശങ്ങൾ സ്വീകരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓൺലൈനായിട്ട് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വാട്സാപ്പ് ഉപയോഗിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ രക്ഷിതാക്കളുണ്ടാവും. അവരിൽ നിന്ന് വാട്സപ്പായിട്ട് അവർ ടൈപ്പ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ 1-2 വരിയോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ താഴെയുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആയിരിക്കണം അവരിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന അംഗൻവാടിയിൽ എൻ്റെ മകനാണ് പ്രീ സ്കൂൾ കുട്ടിയായി പോകുന്നത്, ആ കുട്ടിക്ക് ഇന്നതൊക്കെ കിട്ടുന്നുണ്ട്, അതിൽ ഞാൻ സംതൃപ്തിയാണ് എന്നുള്ള രീതി തുടങ്ങുന്ന കാര്യങ്ങൾ 1-2 ലൈനാണെങ്കിലും കുഴപ്പമില്ല. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് വാങ്ങിക്കുക. സ്ക്രീൻഷോട്ട് ആയതിനു ശേഷം നിങ്ങൾ ഈ കാര്യങ്ങൾ ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ വാട്സപ്പിലെ ഫോൺ നമ്പറൊക്കെ അവിടെ കാണും. അതൊക്കെ നിങ്ങൾ ക്രോപ്പ് ചെയ്യണം. അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം. സന്ദേശം മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. അംഗൻവാടിയെ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സന്ദേശങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പറോ നമ്മൾക്ക് ആവശ്യമില്ല. അത് കട്ട് ചെയ്തുകൊണ്ട് അവരുടെ സന്ദേശം മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല സന്ദേശങ്ങളായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഫീഡ്ബാക്ക് ആയിട്ട് കിട്ടുക. അത് നമ്മൾ കളക്ട് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ആക്ടിവിറ്റി ആയിട്ട് അപ്ലോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഫീഡ്ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതെക്കുറിച്ച് ടീച്ചർ ഒന്ന് വിലയിരുത്തുക. അതായത് ഇത്തരത്തിലുള്ള ഫീഡ്ബാക്കുകളാണ് നമ്മൾക്ക് ഗുണഭോക്താക്കളിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എത്രമാത്രം നമ്മളെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കി തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്താമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ആശയം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സേവനങ്ങളുടെ നിലവാരം നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതെന്ന് പറയുന്നത്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരുപാട് ഗുണഭോക്താക്കൾക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും.
അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവും, അത് നേരിട്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്കുള്ളത്. അപ്പോൾ ഇത്തരം സന്ദേശങ്ങളിലൂടെ അവരിലൂടെ ഒരു വിവരണം ശേഖരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ടീച്ചേഴ്സിന് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തിരിച്ചറിയാനും അതെല്ലാം തന്നെ കൃത്യമായിട്ട് അതിനുള്ള മറുപടി കൊടുത്ത് അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാനും ഈ ഫീഡ്ബാക്കിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒപ്പം തന്നെ ഗുണഭോക്താക്കളുമായിട്ടുള്ള ഒരു വിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിയും. അംഗൻവാടിയും നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളും ഗുണഭോക്താക്കളും ഒറ്റക്കെട്ടായിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഇതൊരു സാധ്യമാവുന്ന ഒരു പ്രവർത്തനമാണ്. ഒപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ എടുക്കുന്ന ഫീഡ്ബാക്കുകളും അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്ക് അത് റിപ്പോർട്ടായിട്ട് നമുക്ക് സൂപ്പർവൈസർ തലങ്ങളിലൂടെ നമുക്കിത് മുകളിലേക്ക് CDPO ലെവലിൽ വരെ നമുക്ക് ഈ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഫീഡ്ബാക്കായിട്ട് നമ്മളെ ഗുണഭോക്താക്കളിൽ നിന്ന് കിട്ടിയത്, അതിലൊരുപാട് നല്ല സജഷൻസ് ഉണ്ട് അല്ലെങ്കിൽ പോരായ്മകളുണ്ട്, ഇതൊക്കെ വേർതിരിച്ച് റിപ്പോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് CDPO ലെവലിലും കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതിലൂടെ സാധ്യമാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നാളത്തെ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെടുത്തി ചെയ്യുന്നത്. ഇത് പല രീതിയിൽ നമുക്ക് ഈ സന്ദേശങ്ങളെ കളക്ട് ചെയ്യാം. ഒന്ന് പോസിബിൾ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് വാട്സപ്പ് തലങ്ങളിലാണ്. വാട്സപ്പിലൂടെ അവർക്ക് ഗുണഭോക്താക്കൾക്ക് അവരുടെ അമ്മമാരോ അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മമാരോ അവരിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ഫീഡ്ബാക്ക് വാട്സപ്പായി 2 ലൈനോ ഒരു പാരഗ്രാഫിൽ താഴെയായിട്ട് സന്ദേശം ഫീഡ്ബാക്ക് ആയിട്ട് അയക്കാം. അല്ലെങ്കിൽ ടീച്ചർക്ക് ഇത്തരത്തിലൊരു ചോദ്യാവലി തയ്യാറാക്കിയിട്ട് ടീച്ചർക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കാം. ഒന്ന് നോട്ടിൽ എഴുതിയിട്ട് നിങ്ങൾ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യാവലിയുടെ ഒരു മാതൃക വേണമെങ്കിൽ ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ മാതൃകയുടെ ഒരു ഉള്ളടക്കം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് പ്രകാരം ചെയ്യുക. അതിൽ കൃത്യമായിട്ട് അംഗൻവാടി ഗുണഭോക്താക്കളുടെ ഫീഡ്ബാക്ക് ഫോം എന്ന് ഹെഡിങ് കൊടുക്കുക. അതിന് പൊതുവിവരങ്ങൾ, അതിൽ വരുന്ന അവരുടെ പേര്, അവർ വിഭാഗം ഏതാണ്, നമുക്ക് ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലോ, ഗർഭിണിയാണോ, മുലയൂട്ടുന്ന അമ്മയാണോ, കുട്ടികളുടെ രക്ഷിതാവാണോ അല്ലെങ്കിൽ മറ്റുള്ളവരാണോ, AG കുട്ടികളാണോ ഉദ്ദേശിക്കുന്നത്, അത് കൊടുക്കാം. പിന്നെ അംഗൻവാടി സേവനങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം, ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. കുട്ടികൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണമേന്മയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നല്ലത്, വളരെ നല്ലത്, സാധാരണ, തൃപ്തികരമല്ല, ഇത്തരത്തിലുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഭക്ഷണം സമയത്ത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യം വരുന്നുണ്ട്. ആരോഗ്യ പരിശോധനയും വാക്സിനേഷനും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ വരും. ഒപ്പം തന്നെ അംഗൻവാടി പ്രവർത്തകരുടെ പെരുമാറ്റത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണം അവിടെ നമുക്ക് ചോദിക്കാം. സൗഹൃദപരമാണോ, സഹായകരമാണോ, സാധാരണ പോലെ തന്നെയാണ്, മെച്ചപ്പെട്ട്, ഇതൊരു ചോദ്യാവലി ആകുമ്പോൾ നമ്മൾ 2-3 ഓപ്ഷൻ കൊടുക്കണമല്ലോ, അതിന് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് ലഭിക്കുന്ന പഠന കളി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് രക്ഷിതാക്കളുടെ അഭിപ്രായം എന്താണ്, നല്ലത്, വളരെ നല്ലത്, സാധാരണ, തൃപ്തികരമല്ല എന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. ഒപ്പം അതേപോലെ തന്നെ അങ്കണവാടിയിലെ ശുചിത്വം, കുടിവെള്ള സൗകര്യം, പരിസരം എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായം നല്ലത്, സാധാരണ, അതിനി മെച്ചപ്പെടുത്തേണ്ടതാണ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊരു ഓപ്ഷനായിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ കൊടുത്തേ ഉള്ളൂ. ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, വേണമെങ്കിൽ ഈ സെഷൻ തന്നെ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഗുണഭോക്താക്കളിൽ നിന്ന് ഇതിനൊക്കെ മറുപടിയായിട്ട് 1, 2, 3, 4, 5, 6 ഇതിനുള്ള മറുപടി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞെങ്കിലും കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ 2 വരി സന്ദേശമായിട്ട് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏതാണോ പറ്റുന്നത് അത്തരത്തിൽ സെലക്ട് ചെയ്തെടുക്കാം. അതിൽ കിട്ടുന്ന ഉത്തരം അവരുടെ പേരോ ഫോൺ നമ്പറോ ഒരിക്കലും തന്നെ നിങ്ങൾ ജനനോളം ഡാഷ്ബോർഡിലേക്ക് വിവരിക്കാൻ പാടില്ല, വെളിപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അതൊക്കെ ക്രോപ്പ് ചെയ്തിട്ട് ഈ സന്ദേശം മാത്രം മതി, അത് നിങ്ങൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് വിടുക. അങ്ങനെ 5 ആക്ടിവിറ്റി ആയിട്ട് നിങ്ങളത് രേഖപ്പെടുത്തി അവസാനിപ്പിക്കുക. അപ്പോൾ ജനനോളം ഡാഷ്ബോർഡിലേക്ക് ഇത് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്, അതിൻ്റെ തീമും ആക്ടിവിറ്റിയും എന്താണ് എന്നുള്ളത് തുടർന്ന് കാണുക. ഇന്നത്തെ പ്രവർത്തനം രേഖപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് അനുവദിച്ചു തന്ന യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി തന്നെ ഈ പേജിലൊന്ന് രേഖപ്പെടുത്തണം. ഈ പേജ് എത്തുന്നതിന് നമ്മുടെ ജനനത്തോളം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഈ പേജിലോടെത്തും. യൂസർ നെയിം പാസ്വേഡും കൃത്യമായി തെറ്റുകൂടാതെ നിങ്ങൾ രേഖപ്പെടുത്തുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലേക്ക് കിടക്കേണ്ടത്. അപ്പോൾ അത് കൃത്യമായി തന്നെ ലോഗിൻ ചെയ്ത് നമ്മൾ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ പേജിലെത്തുക. അപ്പോൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൽ ഗ്രൂപ്പ് നമുക്ക് മാറ്റാനില്ല, തീമാണ് നമുക്ക് മാറ്റാനുള്ളത്. തീം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ECC എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ലെവലാണ്, ലെവൽ ബ്ലോക്ക് എന്നായിരിക്കും കാണുക. ആ ബ്ലോക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് AWC എന്ന് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അങ്കണവാടി സെൻറ്റർ കൃത്യമായി ആ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. പ്രോജക്റ്റിലുള്ള മുഴുവൻ അങ്കണവാടി സെൻറ്ററുടെ വിവരങ്ങൾ അവിടെ കാണും. നിങ്ങളുടെ തന്നെ സെൻറ്ററാണ് വന്നത് എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പാക്കണം. അതിവിടെ AWC സെലക്ട് AWC എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിങ്ങളുടെ സെൻറ്റർ കൃത്യമായി തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ചെയ്യുക.
അതിനുശേഷം നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനം ECCയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ECC ക്ലിക്ക് ചെയ്ത് തീം മാറ്റുന്ന സമയം ഇവിടെ താഴെ ആക്ടിവിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റികൾ ECCയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തെളിഞ്ഞു വരും. അതിൽ നിന്ന് ഒരുപാടെണ്ണം നമുക്ക് കാണാം. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് നമ്മളെ രക്ഷിതാക്കളും അതേപോലെ തന്നെ അംഗൻവാടി വർക്കറും തമ്മിലുള്ള പ്രവർത്തനമാണ്. അതായത് ഫീഡ്ബാക്ക് കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ പ്രവർത്തനമായി നടത്തിയത്. ആയതുകൊണ്ട് തന്നെ നമ്മൾ ആക്ടിവിറ്റിയെ സെലക്ട് ചെയ്യേണ്ടത് ജോയിൻറ്റ് ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് ഫോർ പാരൻസ് വിത്ത് പ്രീ സ്കൂൾ എന്ന് തുടങ്ങുന്ന ഈ ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത്. കൃത്യമായി 5 ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് ഇത്തരം രീതിയിൽ തിരഞ്ഞെടുത്ത് നിങ്ങൾ ശേഖരിച്ചിട്ടുള്ള സന്ദേശങ്ങൾ ഇതിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് കൃത്യമായി തന്നെ ചെയ്യുക. അതിനുശേഷം ഇവൻറ്റ് ഡേറ്റാണ്. നമുക്കറിയാം 30-ാം തീയതി നടത്തുന്ന പ്രവർത്തനമായതുകൊണ്ട് തന്നെ 30 എന്നുള്ളത് കലണ്ടറിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കുക. ഈ 30 കഴിഞ്ഞാൽ നമ്മൾ ഈ മാസം, അതായത് സെപ്റ്റംബർ മാസത്തെ എല്ലാ പ്രവർത്തനവും നമ്മൾ പൂർത്തിയാക്കും. അഥവാ ബാക്ക് ഡേറ്റിൽ നിങ്ങൾ ഏതെങ്കിലും പൂർത്തിയാവാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ, അതായത് 28, 29 ഡേറ്റിലൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഡേറ്റ് എടുത്തിട്ട് ഇന്നലെ നടത്തിയ പ്രവർത്തനം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തന്നെ അതും രേഖപ്പെടുത്താൻ കഴിയും എന്നുള്ള പ്രത്യേകത കൂടെ നമ്മുടെ ഈ ജനാന്തോളൻ ഡാഷ്ബോർഡിനകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയും 30-ാം തീയതിയിലെ ഡേറ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകുന്നത് പാർട്ടിസിപ്പൻസിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്ന ഭാഗമാണ്. പാർട്ടിസിപ്പൻസ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ളത് കുട്ടികളുടെ അമ്മമാരോ രക്ഷിതാക്കളോ ആയിരിക്കും, പ്രഗ്നൻ്റ് ആയിരിക്കും, ലാക്ടേറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അഡൾട്ട് എന്ന് കാണുന്ന അവിടെ മെയിൽ ഫീമെയിൽ എന്നുണ്ട്. അതിൽ രക്ഷിതാക്കളായിട്ടുള്ള ആണുങ്ങൾ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ രക്ഷിതാക്കളായിട്ടുള്ള സ്ത്രീകൾ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള എണ്ണം നമുക്ക് കൃത്യമായി വേർതിരിച്ച് കൊടുക്കണം. AG കുട്ടികളുടെ അഭിപ്രായം നമ്മൾ തേടിയിട്ടുണ്ടെങ്കിൽ AG കുട്ടികളെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ സെപ്പറേറ്റ് കുട്ടികളെ കൊടുക്കണം. അതേപോലെ തന്നെ ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നില്ല ഈ പ്രവർത്തനത്തിലെങ്കിൽ അവിടെ 0 എന്ന് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യണം. 0 മാർക്ക് ചെയ്തില്ലെങ്കിൽ ആക്ടിവിറ്റി സബ്മിറ്റ് ആവില്ല. എല്ലാ കോളത്തിലും നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ. ആ ഭാഗത്ത് നിങ്ങൾ ഇനി കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷനാണ്, ഫോട്ടോ അപ്ലോഡിംഗ് ആണ്. നമ്മൾ പറഞ്ഞു നമ്മൾ ഫീഡ്ബാക്കായിട്ട് നമ്മൾ സ്വീകരിച്ചത് വാട്സപ്പ് സന്ദേശങ്ങൾ വഴിയായിരിക്കും. അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അമ്മമാരുടെ പേരോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ കാണാത്ത രീതിയിൽ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സന്ദേശം മാത്രം നിങ്ങൾക്ക് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിന് നിങ്ങൾ ഈ കാണുന്ന സെൻറ്ററിൽ ബ്രൗസ് ഫോട്ടോ എന്ന് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലെത്തും. ഗാലറിയിൽ നിന്നും ഓരോന്ന് വീതം നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ചെയ്തെടുക്കുക. ഒരു തവണ ഒരു ഫോട്ടോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. 2 MB കൂടാൻ പാടുള്ളതെല്ലാം JPG ഫോർമാറ്റിലായിരിക്കണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. വീഡിയോസ് ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അമ്മമാരിൽ നിന്ന് വീഡിയോ ആയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട, പകരം സന്ദേശങ്ങളായി ടൈപ്പ് ചെയ്ത് തന്നെ അത് ഇംഗ്ലീഷോ മലയാളത്തിലോ സ്വീകരിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബ്രൗസ് ഫയൽ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനായിട്ട് താഴെയുള്ള ബോക്സ് കാണും. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീഡ്ബാക്ക് കളക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ നമ്പർ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ സാധിക്കും. കോമ അതേപോലത്തെ ഫുൾ സ്റ്റോപ്പ് അങ്ങനെയുള്ള ക്യാരക്ടറൊന്നും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ റെഡ് മാർക്ക് കാണിക്കും. അങ്ങനെ നമുക്ക് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ ഫീഡ്ബാക്ക് കളക്ഷൻ എന്ന് മാത്രം ഇവിടെ ഒന്ന് രേഖപ്പെടുത്തുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിക്കുക. അങ്ങനെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ സബ്മിറ്റഡ് സക്സസ്ഫുൾ എന്നുള്ളൊരു സന്ദേശം കൂടി നിങ്ങൾക്ക് കാണും. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി പൂർത്തിയാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ബാക്കിയുള്ള 4 എൻട്രികൾ കൂടി നിങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക. താങ്ക് യു.